2025 ജാനുവരി 29 ബുധനാഴ്ച വാഷിംഗ്ടണിൽ വിമാനവും സൈനിക ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ചെന്ന വാർത്ത അമേരിക്കയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു. ആകാശ ദുരന്തങ്ങൾ പൊതുവെ കുറവായിട്ടുള്ള അമേരിക്കയിൽ 15 വർഷത്തിനിപ്പുറമാണ് ഒരു പ്രധാന വിമാന അപകടം സംഭവിക്കുന്നത്. 64 പേരുമായി പോയ പാസഞ്ചർ വിമാനവും 4 പേരുമായി വരികയായിരുന്ന സൈനിക ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ചാണ് ബുധനാഴ്ച രാത്രി ഈ നടുക്കുന്ന അപകടമുണ്ടായത്. വിമാന ദുരന്തങ്ങളിൽ അത്യപൂർവമാണ് ആകാശത്തെ കൂട്ടിയിടികൾ. അമേരിക്കയെ നടുക്കിയ വിമാനാപകടങ്ങൾ ഏതൊക്കെയെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ജാനുവരി 13 മഞ്ഞുവീഴ്ചയ്ക്കിടെ പറന്നുയർന്ന എയർ ഫ്ലോറിഡ ബോയിങ് 737-222 ടേക്ക് ഓഫ് ചെയ്തതിന് തൊട്ടു പിന്നാലെ പോട്ടോമാക്കിന് മുകളിലുള്ള പാലത്തിൽ ഇടിച്ചു തകർന്നു. അപകടത്തിൽ പാലത്തിലുണ്ടായിരുന്ന 4 വാഹനയാത്രികൾ ഉൾപ്പെടെ 78 പേരാണ് മരിച്ചത്. നവംബർ 12 ന്യൂയോർക്കിൽ നിന്ന് സെന്റ് ഡൊമിംഗിലേക്ക് പറക്കുകയായിരുന്ന അമേരിക്കൻ എയർലൈൻസ് എയർബസ് A300 JFK എന്ന വിമാനം വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ തകർന്നു വീണു. 251 യാത്രക്കാരും 9 ജീവനക്കാരുമാണ് അന്ന് മരിച്ചത്. അപകടത്തിൽ നിരവധി വീടുകൾ നശിക്കുകയും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. 5 പ്രദേശവാസികളും അപകടത്തിൽ കൊല്ലപ്പെട്ടു. സെപ്റ്റംബർ 11 ഭീകരാക്രമണം കഴിഞ്ഞ് 2 മാസങ്ങൾക്ക് ശേഷമാണ് ഈ അപകടം സംഭവിച്ചത്. ജാനുവരി 8 നോർത്ത് കരോലിനയിലെ ഷാർലറ്റിനും സൗത്ത് കരോലിനയിലെ ഗ്രീൻവില്ലിനുമിടയിൽ പറക്കുന്ന US എയർവേസ് ബീച്ച് ക്രാഫ്റ്റ് 1900 എന്ന വിമാനം പറന്നുയർന്ന ഉടൻ ഒരു ഹാങ്ങറിൽ ഇടിച്ചു തകർന്നു. 2 പൈലറ്റുമാർക്കും വിമാനത്തിലുണ്ടായിരുന്ന 19 യാത്രക്കാർക്കും ജീവൻ നഷ്ടമായി. 2004 ഒക്ടോബർ 19 കാഴ്ച മറഞ്ഞതിനെ തുടർന്ന് അമേരിക്കൻ കണക്ഷൻ്റെ BAE ജെറ്റ്സ്ട്രീം 32 വിമാനം മിസോരിയിലെ ക്രിക്സ് വില്ലയ്ക്കടുത്ത് തകർന്നു വീണു. പൈലറ്റും 13 യാത്രക്കാരുമാണ് അന്ന് അപകടത്തിൽ മരണപ്പെട്ടത്. ഡിസംബർ 19 മിയാമിയെയും ബഹമാസിലെ ദ്വീപിനെയും ബന്ധിപ്പിക്കുന്ന ഓഷ്യൻ എയർവേസിൻ്റെ ഗ്രമ്മൻ G73T മല്ലാഡ് ഹൈഡ്രോപ്ലെയിൻ പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ കടലിൽ തകർന്നു വീണു. 2 ജീവനക്കാരും 18 യാത്രക്കാരുമാണ് അന്നത്തെ അപകടത്തിൽ മരിച്ചത്. 2006 ഓഗസ്റ്റ് 27 കെൻറ്റക്കിയിലെ ലെക്സിംഗ്ടൺ വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെട്ട പ്രാദേശിക ഗതാഗതം നടത്തുന്ന വിമാനം പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ തെറ്റായ റൺവേയിലേക്ക് ഇറങ്ങുന്നു. വിമാനം തകർന്നു വീഴുന്നു. അന്ന് വിമാനത്തിലുണ്ടായിരുന്ന 50ഓളം പേർ മരിച്ചിരുന്നു. ജാനുവരി 15 150ലധികം ആളുകളുമായി പോയ US എയർവേസ് എയർബസ് A320 വിമാനം പക്ഷിക്കൂട്ടവുമായി കൂട്ടിയിടിക്കുകയുണ്ടായി. എന്നാൽ അതിസാഹസികമായി പൈലറ്റ് വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്യിച്ചു. സാഹചര്യത്തിന് അനുസൃതമായി പൈലറ്റിൻ്റെ ഇടപെടൽ കൊണ്ട് അന്ന് യാത്രക്കാർക്ക് പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. 2009 ഫെബ്രുവരി 12 ന്യൂയോർക്കിൽ നിന്ന് ബഫല്ലോ എന്ന ചെറുപട്ടണത്തിലേക്ക് പറന്ന കോൾഗൻ എയർ ബൊംബാർഡിയർ വിമാനം തകർന്നതാണ് സമീപകാലത്ത് അമേരിക്കയെ നടുക്കിയ ഏറ്റവും വലിയ ദുരന്തം. വിമാനത്തിലുണ്ടായിരുന്ന 49 യാത്രക്കാർക്കും അന്ന് ജീവൻ നഷ്ടമായിരുന്നു.